മലയാളികളുടെ പ്രിയപ്പെട്ട ദാസേട്ടന്റെ പിറന്നാളാണിന്ന്. ഗന്ധർവ സംഗീതം ഒഴുകിപ്പരന്ന ഫോർട്ട് കൊച്ചിയിലെ അദ്ദേഹത്തിന്റെ കുടുംബ വീടായിരുന്നു ഇത്, ദി ഹൗസ് ഓഫ് യേശുദാസ്. ഇവിടെ ഒരു മാവുണ്ട്, ഓർമ്മകൾ കായ്ച്ചു നിൽക്കുന്ന മാവ്. ദാസേട്ടന്റെ അമ്മ എലിസബത്ത് നട്ടുപിടിപ്പിച്ചതാണിത്. ഈ ഓർമ്മകളുടെ സൂക്ഷിപ്പുകാരൻ എറണാകുളം സ്വദേശി CA നാസർ. പിൽക്കാലത്ത് വീട് കൈമാറിയപ്പോൾ ദാസേട്ടൻ നാസറിനോട് ആവശ്യപ്പെട്ടത് ഒന്നു മാത്രം: ഈ മാവ് സംരക്ഷിക്കുമോ എന്ന്. ഗന്ധർവന്റെ ചോദ്യം ഇന്നലെ പോലെ കാതുകളിൽ. ഈ വീട് വാങ്ങിയതിന് ശേഷം ഞാൻ പഴയ വീട് പൊളിച്ചു കളയുന്ന അങ്ങനെ ഒരു ഇത് ആരോ പറഞ്ഞിട്ട് ദാസേട്ടൻ ഒരാളെൻ്റെ അടുത്ത് വിട്ടു. മാവൊന്ന് നിലനിർത്താൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ മാവ് നിലനിർത്തിയിട്ടാണ് ഞാനിത് പണിതത്. സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ വണ്ണമൊക്കെ വളരെ ചെറുതായിരുന്നു. ഇപ്പോൾ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട്. എപ്പോഴും വളമൊക്കെ ഇട്ട് വെള്ളമൊഴിച്ച്. ദാസേട്ടൻ പറയാറുണ്ട്, ഞാൻ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വരുള്ളൂ. നാസർ എല്ലാ ദിവസവും വെള്ളമൊഴിച്ചിട്ടാണ് ഇത് പരിപാലിക്കുന്നത്. ഈ വീട് വാങ്ങിക്കുമ്പോൾ യേശുദാസിന് 3 മുറികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് റിനോവേഷൻ ചെയ്തപ്പോൾ ഒന്നും ഞാനത് പൊളിച്ചില്ല. അതുപോലെ നിലനിർത്തിയിട്ടാണ് ബാക്കി എക്സ്റ്റെൻഡ് ചെയ്തത്. എല്ലാ വർഷവും മാർച്ച് 31-ന് ദാസേട്ടൻ എത്തും. ഈ 2020 വരെ വെച്ച് കഴിഞ്ഞാൽ ദാസേട്ടൻ അമേരിക്കക്ക് പോകുന്നവരെ, കൊറോണയ്ക്ക് മുമ്പ് വരെ ഇവിടെ വന്ന് മാവിന് വെള്ളം ഒഴിക്കുമായിരുന്നു. എല്ലാ കൊല്ലവും മാർച്ച് 31-ന് എല്ലാ കൊല്ലവും കഴിക്കാറുണ്ട്. ഇപ്പോൾ ദാസേട്ടൻ ഇവിടെ വരുന്ന സമയത്തൊക്കെ മാങ്ങ ആയിട്ടാണ് പോക്ക്. ഗന്ധർവസ്വരത്തിന്റെ ശക്തി പല വഴികളിൽ അനുഭവിച്ചിട്ടുണ്ട് ഇദ്ദേഹം. ഒരിക്കലേ എൻ്റെ ബർത്ത്ഡേക്ക് ഡയറക്റ്റായിട്ട് പുള്ളി വരികയും കേക്ക് കട്ട് ചെയ്ത് എൻ്റെ വായിൽ വെച്ച് തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും എന്നെ സംബന്ധിച്ച് ഓർക്കാൻ പോലും വയ്യാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ എനിക്ക് ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടുമോ എന്നുള്ളതൊക്കെ. നോർത്ത് ഇന്ത്യൻസ് വരുമ്പോൾ ദാസേട്ടൻ്റെ വീടാന്ന് പറയുമ്പോൾ ദാസേട്ടൻ്റെ ഫോട്ടോ നോക്കി തൊഴുകലും എന്നെ വളരെയധികം, ചിലർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദാസേട്ടനെ വന്ദിക്കുന്നത് പോലെ എൻ്റെ കാലിൽ വന്ദിച്ചിട്ടുണ്ട്. ഇത് ഒരു ഉത്തരവാദിത്തം പോലെയാണ് നാസർ കരുതുന്നത്. ഈ ആയുസ് മുഴുവനും ഈ സ്നേഹവും ആരാധനയും ഇതുപോലെ പ്രകടിപ്പിക്കാൻ സാധിക്കണേ എന്ന ആഗ്രഹവും. ദാസേട്ടന് പ്രിയപ്പെട്ടതായിരിക്കുന്നിടത്തോളം കാലം ഈ വീടും ഈ മാവും സംഗീതാസ്വാദകരായ മലയാളികൾക്കും പ്രിയപ്പെട്ടത് തന്നെ. കൊച്ചിയിൽ നിന്നും ശരത്തമ്പാട്ടുകാവിനൊപ്പം ശ്യാംലി ശശിധരൻ, മാതൃഭൂമി ന്യൂസ്.